വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല പൊളിറ്റീഷ്യൻസിൻ്റെ ലൈഫിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. ഒരുപാട് പേരുണ്ട്, നമുക്കറിയുന്ന പല ആൾക്കാരും ഉണ്ട്. അവരുടെ വീട്ടിലെ മറ്റുള്ളവരുടെ വേണ്ടപ്പെട്ടവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളായിരിക്കാം. ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന് പറയുന്ന പോലെ ആൾക്കാരും ഉണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ, ഏതൊരു കോയിനിലും രണ്ട് സൈഡ് ഉണ്ട്. അത് ഈ പ്രപഞ്ചത്തിലുള്ള എന്തെടുത്താലും അതിൽ നല്ലതും ചീത്തയും ഉണ്ട്. നമുക്കിപ്പം നിങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കാം. നിങ്ങൾ നല്ലത് മാത്രം ഇന്റൻഷ്യലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കല്ലേ ആക്ച്വലി അവിടെ ഒരു കൗൺസിലിങ്ങോ നിങ്ങൾക്ക് ബാക്ക് ബോൺ ആയിട്ടോ, നിങ്ങളെ തളരാതെ ലീഡറാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദമാണ്, നിങ്ങൾ അവിടെ തളരാതെ നിൽക്കാൻ. അല്ല, ഈ തളർച്ച എന്ന് പറയുന്നത് ഇതൊരു ഹ്യൂമൻ ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യരായി കഴിഞ്ഞാൽ സന്തോഷം വരും, ദുഃഖം വരും. ചില സിറ്റുവേഷൻസിൽ നമുക്കൊന്നും ഒരു നിസ്സംഗത തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം. നമ്മൾ ഹെൽപ്ലെസ്. ഇതെല്ലാം എല്ലാവരും മനുഷ്യരാണല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. ഞാനും മനുഷ്യൻ, ഞാനൊരു സാധാരണക്കാരിയാണ്, അല്ലെങ്കിൽ വളരെ റീസെൻ്റായിട്ട് മാത്രം പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ഒരു സാധാരണ ഒരു തുടക്കക്കാരി മാത്രമാണ്. അപ്പം ആ ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരെയും പോലെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വലിയ പ്രതിസന്ധിയിലൊക്കെ നമ്മുടെ ശക്തിയായിട്ടുള്ളത് ജനങ്ങളാണ്.